കമ്പനിയിലേക്ക് വന്നിട്ട് 1 വർഷമാകുന്നു. എന്തായാലും ഈ 1 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഹൈറിച്ചിലൂടെ എനിക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇതിൽ പ്ലാൻ കൃത്യമായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ടാവാം. പുതുതായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്തവരുണ്ടാവാം. അവർക്കൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം, അതായത് ഞാൻ പ്ലാൻ പറഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു കമ്പനിയിലേക്ക് എനിക്ക് വരാനുള്ള സാഹചര്യം ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടിനിടയിൽ വിജയിക്കണം എന്ന ഒറ്റ ചിന്തയിൽ ഞാൻ ഏറ്റെടുത്ത ഒരു ബിസിനസ്സാണ്. അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം നല്ല അച്ചീവ്മെൻറ്റുകളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതായത് കമ്പനി എന്ത് പറഞ്ഞാലും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയുന്നത്ര നല്ല രീതിയിൽ തന്നെ ഓടാറുണ്ട്. അതുകൊണ്ട് കമ്പനിയുടെ ആദ്യത്തെ 20 പേരിൽ നാഷണൽ പ്രൊമോട്ടറിൽ എത്താൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ അഡ്വൈസറി ബോർഡ് മെമ്പർ ആവാൻ പറ്റി. സീലിംഗ് ഇപ്പോൾ ഡബിൾ സ്റ്റാർ അച്ചീവറാണ്. അങ്ങനെയൊക്കെ എത്താൻ നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രശസ്തമായ ഒരു പ്ലാനിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് എനിക്കിതിലേക്ക് സാധിച്ചത്. പിന്നെ കമ്പനിയെ കുറിച്ച് ഞാൻ ചെറിയൊരു ബ്രീഫ് നിങ്ങൾക്ക് തരാം. 2016 നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 2016 കമ്പനി അതിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് MD തീരുമാനിച്ചത് നമുക്കിത് കേരളത്തിലും ഇന്ത്യയിൽ മൊത്തം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചിന്തയിലാണ് 2018 ലാസ്റ്റോട് കൂടിയിട്ട് 2019 സ്റ്റാർട്ടിങ്ങിലോട് നമ്മളെ എല്ലാ ജില്ലയിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ നമ്മൾ ബഷീർ സാറിൻ്റെയും നമ്മുടെ രാജീവ് മേഡത്തിൻ്റെ ഒക്കെ കയ്യിൽ, നമ്മുടെ വൈദ്യമാഷ കയ്യിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് നമ്മുടെ ബഷീർ സാറിൻ്റെ പ്രയത്നത്തോടെ നല്ലൊരു ടീം, ഇന്ന് ഏകദേശം 2 ലക്ഷം ടീം ബഷീർ സാറിൻ്റെ ടീമിലായി. അതിലൊരു ഭാഗമാക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ MDയുടെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, വൃന്ദാവൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ വിഷനാണ് ഇത്. അതായത് ഇന്ത്യ അറിയപ്പെടുന്ന നല്ലൊരു ബിസിനസ്സുകാരനായി മാറുക എന്ന ഒരൊറ്റ പ്രയത്നത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കമ്പനി ഓരോ ദിവസവും ഓരോ അപ്ഡേഷനാണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമുക്ക് വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ ആക്ടിവേഷൻ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ ആക്ടിവേഷനിൽ ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്തവർക്കൊക്കെ ഇനി റോയൽറ്റി കൊടുക്കാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറെ കാത്തിരുന്ന ഒരു അപ്ഡേഷനാണത്. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് കമ്പനി നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ പുതിയ COO നമ്മുടെ ചാർജ് എടുത്തിരിക്കുകയാണ്. വേറെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തരുന്നത്, ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ നമ്മൾ പോയപ്പോൾ അന്ന് നമ്മുടെ പഴയ ഹെഡ് ഓഫീസിൽ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ MD പഴയ ഓഫീസിലേക്ക് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം അത്രക്ക് ആൾക്കാരെ പുതിയ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അവിടുന്ന് ഞങ്ങൾ നേരെ MD സാറും കൂടി ഞങ്ങളിപ്പോൾ എടുക്കുന്ന ഹബ്ബിലേക്ക് പോയപ്പോൾ ഏറെ സന്തോഷം. അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഭാഗമാക്കാൻ അവൻ പറ്റിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം 20,000 സ്ക്വയർ ഫീറ്റിൽ ആൾക്കാർക്ക്, അതായത് പഴയ ഓഫീസിൽ ചൂട് കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റാഫിന് അതിവിപുലമായ ഒരു ഓഫീസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ. അപ്പോൾ അത് അടുത്ത മാസം അത് ഉദ്ഘാടനത്തിൻ്റെ ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്താണ്. അതുപോലെ തന്നെ കണ്ണൂർ മലപ്പട്ടത്ത് കമ്പനിയുടെ സ്വന്തം ഹബ്ബ് വരികയാണ്. 1 ഏക്കർ സ്ഥലമാണ്. അത് 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പേപ്പർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഇതിൽ ഇന്ന് നമ്മുടെ മീറ്റിംഗ് കേൾക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും, അതായത് നിങ്ങൾ ചിലപ്പം 200 രൂപ കൊടുത്ത് വന്നവരായിരിക്കാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് എല്ലാം ആക്കിത്തരാം എന്ന ഒരു ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കണം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഓരോരോ വയസ്സെടുത്ത് നോക്കുക. ആ വയസ്സ് കൊടുത്ത് നിങ്ങൾ ഇത്രയും കാലം എടുത്ത പണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, 1 വർഷം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും എന്ന് ഞാൻ 110% നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്കിതിൽ വിജയിക്കാൻ പറ്റിയെങ്കിൽ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വിജയിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇനി അധികം നീട്ടുന്നില്ല, കാരണം 45 മിനിറ്റാണ് എൻ്റെ സമയം. നമുക്ക് നേരെ പ്ലാനിലോട്ട് കിടക്കാം. ഇവിടെ കമ്പനിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞാനിവിടെ എഴുതി വെച്ചുകൊണ്ടാണ് പറയാതിരുന്നത്. കമ്പനിയുടെ പേര് പറഞ്ഞു, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പൂർണ്ണനാമം. ഇതാണ് നമ്മുടെ MCAയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സൈറ്റിൽ www.hirich.in അടിച്ചാൽ നമ്മുടെ സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പറ്റും.
കമ്പനി ഏതാനും മാസങ്ങൾക്കകം നമ്മുടെ കമ്പനിയുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള അത്യുഗ്രൻ തന്നെ നമുക്ക് ഒരു ആപ്പ് കമ്പനി നമുക്ക് തരുന്നതായിരിക്കും. ഇനി എന്താണ് കമ്പനിയുടെ എന്തൊക്കെയാണ് കമ്പനിയുടെ പ്രൊജക്റ്റുകൾ എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് കമ്പനിയുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്നതാണ് കമ്പനിയുടെ ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കാരണം ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ അറിയാത്തവർ ആരുമില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ്. നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് ഇതിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ, അതായത് ഓരോ ദിവസവും ഓരോ പ്രൊജക്റ്റുകളായിട്ടാണ് കമ്പനി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് ഗാർമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഗാർമെന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മാർക്കറ്റിംഗ് വിങ് എന്ന് പറയുന്ന വേറൊരു സെക്ഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്പനി നമ്മുടെ മാർക്കറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം, ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ കമ്പനി ഇപ്പൊ ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് ചിലപ്പോൾ 200-ഓളം വെയർഹൗസുകളാണ് നമ്മുടെ എല്ലാ വെയർഹൗസുകളും ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ അതാണ് ഞാൻ പറയുന്നത് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ്. ഡെലിവറി എന്ന് കമ്പനി ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഓരോ പോസ്റ്റൽ പിൻകോഡിലും കമ്പനി ഒരു ഫ്രാഞ്ചൈസിയാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് ആ നാട്ടിലെ ഓരോരുത്തരും ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് നമുക്ക് സുഗമമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പോസ്റ്റൽ പിൻകോഡിലും ഡെലിവറി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ആമസോൺ പോലെയുള്ള കമ്പനികളും നമ്മൾ ഈ ഡെലിവറി സിസ്റ്റത്തിലേക്ക്, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഡെലിവറി സിസ്റ്റത്തിലേക്ക് അവരെത്തി നോക്കും. അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ ഡെലിവറി സിസ്റ്റത്തിൽ ഉപയോഗിക്കും. ഇതാണ് നിങ്ങൾക്കെല്ലാം അറിയാം. ഹൈറിച്ച് ചെയ്യുന്നത് ഇപ്പോഴെന്താണ്, അതായത് നിത്യോപയോഗ സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ, അരി, ചെറുപയർ, പരിപ്പ്, കടല പോലെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആയി വീട്ടിലെത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് എന്തുകൊണ്ടാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്? ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികളെ, അതായത് അവരോട് കോമ്പറ്റീറ്റ് ചെയ്യാനാണ് കമ്പനി ഇതേപോലുള്ള സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആമസോണും ഫ്ലിപ്കാർട്ടൊന്നും നമുക്ക് ഈ നിത്യോപയോഗ സാധനങ്ങൾ തരുന്നില്ല. ഭാവിയിൽ അരിയും സാധനങ്ങളും കൊടുത്തുകൊണ്ട് ആ കസ്റ്റമറെ നമ്മളിലേക്ക് ആക്കുകയും അതിനുശേഷം ഗാർമെന്റ്സ്, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് പോലെയുള്ള ഉപകരണങ്ങളും നമുക്ക് ഇതേപോലെ, അതായത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഡെലിവറി പോലെയുള്ള സിസ്റ്റങ്ങൾ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് വിങ്ങിലാണ് സാധാരണ നിങ്ങളോട് പറയുന്ന ഈ കമ്പനിയുടെ പ്ലാൻ, അതായത് വരുമാനം എങ്ങനെ നിങ്ങൾക്ക് നേടാം, ഇതിൽ എങ്ങനെ നമുക്ക് ഈ 1 വർഷം കൊണ്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാം എന്ന ഒരു പ്ലാനിലേക്കാണ്. അതിന് ഈ പ്രൊജക്റ്റിലെ മാർക്കറ്റിംഗ് വിങ് ആണ് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ട് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നേരെ പ്ലാനിലോട്ട് കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. കമ്പനിയുടെ പ്രൊജക്റ്റുകളാണ് ഓൺലൈൻ ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഡെലിവറി സിസ്റ്റം, അതായത് ഓരോ പിൻകോഡിലും കമ്പനിയുടെ ഓരോ വെയർഹൗസുകൾ, അതായത് ഓരോ ഫ്രാഞ്ചൈസികൾ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വിങ്. ആ മാർക്കറ്റിംഗ് വിങ്ങിൽ വരുന്നതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നമ്മുടെ പ്ലാനിലോട്ട് ഡയറക്റ്റ് കിടക്കുകയാണ്. പ്ലാനിൽ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കമ്പനി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരു ID പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫ്രീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, ഞാൻ ഫ്രീ രജിസ്ട്രേഷനിലേക്ക് കിടക്കാം. കാരണം ഒരു വർക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് സാധനം മാത്രം മതി എന്ന് കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഫ്രീ രജിസ്ട്രേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് ഫ്രീ ആയിട്ട് ഒരു ID അവർക്ക് ജനറേഷൻ ചെയ്ത് കൊടുക്കുക, ഫ്രീ രജിസ്ട്രേഷൻ. ഈ ഫ്രീ രജിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഓൾറെഡി ID ഉള്ള ഒരാൾക്ക് മാത്രമേ വേറൊരാൾക്ക് ID അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ID അടിച്ചതിന് ശേഷം ആ ID സ്പോൺസർ വെച്ചിട്ടാണ് ഈ ഫ്രീ രജിസ്ട്രേഷൻ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഈ രജിസ്ട്രേഷൻ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മുടെ സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു 2-3 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ സാധനങ്ങൾക്കുള്ള ഇത് നമ്മുടെ ചായപ്പൊടി, ത്രീ റോസസിന്റെ ചായപ്പൊടിയുടെ 500 ഗ്രാമിന്റെ വില 320 രൂപയാണ് മാർക്കറ്റ് നമ്മുടെ സാധാരണ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഹൈറിച്ച് കൊടുക്കുന്നത്
11 രൂപക്കാണ്. അതിന് കമ്പനി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ബിസിനസ് വോളിയം ഉണ്ട്. 4 BV ആണ് അതിന് ബിസിനസ് വോളിയം മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ബിസിനസ് വോളിയം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ പറഞ്ഞു തരാം. ഈ BV നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ് 1 കിലോന്റെ വില 107 രൂപയാണ് MRP കടയിലെ റേറ്റ്. നമ്മൾ കൊടുക്കുന്നത് 105 രൂപക്കാണ്. അതിനെ കമ്പനി ഇട്ടിരിക്കുന്ന BV 1 BV ആണ്. ഓക്കെ. അതുപോലെ കാശ്മീരി ചില്ലി 100 ഗ്രാം കാശ്മീരി ചില്ലിക്ക് 42 രൂപയാണ് MRP റേറ്റ് ഉള്ളത്. നമ്മുടെ കമ്പനി കൊടുക്കുന്നത് 35 രൂപക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. 2 BV ആണ് കമ്പനി അതിന് ബിസിനസ് വോളിയമായിട്ട് മാറ്റി വരിക. ഇതാണ് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് ആണ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ രജിസ്ട്രേഷൻ അടിച്ചിരിക്കുന്നവർക്കുള്ള ഗുണമാണ് ഇത്. ഓക്കെ, ഇതാണ് ഇതിലെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് വില കുറവിൽ, അതായത് മിനിമം 100, അതായത് ഏകദേശം 3000 രൂപ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർക്ക് 3000 രൂപ ഒരു മാസം വീട്ടിലേക്ക് വാങ്ങിക്കുന്നവർക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്നും ഏകദേശം 2000-2500 രൂപക്ക് അവരെ വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രീ രജിസ്ട്രേഷൻ അടിച്ചവർക്ക് പറ്റും. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ ഇതാണ് ഹൈറിച്ചിന്റെ ഗുണവും. കാരണം നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സാധനം ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങൾക്ക് ഹൈറിച്ചിലൂടെ വാങ്ങിക്കുമ്പോൾ മിനിമം 500 രൂപ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൽ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഗുണം. ഇനി ഇതിലേക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്, ഇന്ന് ഈ ഒരു മീറ്റിംഗ് കേൾക്കാൻ ഇരിക്കുന്നത് വീട്ടിലേക്ക് വിലക്കുറവിൽ സാധനം മേടിക്കാൻ മാത്രമല്ല, ഇതിൽ വരുമാനമുണ്ട്. ഇനി ഞാൻ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. അതിന് കമ്പനി പറയുന്നതാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്നാണ് അതിന് കമ്പനി പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പർച്ചേസ് ഇൻകം നോക്കണം. ഇനിയാണ് നമ്മളിലേക്ക് വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഫ്രീ ഐ ഡി എടുത്ത ഒരാൾക്ക് അവർക്ക് ഇൻകം നേടണം എന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന ഫസ്റ്റ് പർച്ചേസ് ഇൻകത്തിൽപ്പെട്ട, അതായത് 2 സെക്ഷനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഒന്ന് റീപർച്ചേസ്, ഒന്ന് ഫസ്റ്റ് പർച്ചേസ്. ആ ഫസ്റ്റ് പർച്ചേസിൽ ഗ്രോസറി അല്ലാതെ ഒരു 10-30 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ 800 രൂപ മുതലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ആജീവനാന്ത ആക്ടിവേഷൻ മെമ്പറായിട്ട് മാറും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ 800 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട്, ഇത് എന്നെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്, ഞാൻ ഈ കമ്പനിയിലേക്ക്, അതായത് പുതിയ ആൾക്കാർ വരുമ്പോൾ ഫ്രീ രജിസ്ട്രേഷൻ എടുക്കാതെ തന്നെ അവർക്ക് ഈ 800 രൂപ കൊടുത്ത് വരാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രീ രജിസ്ട്രേഷൻ അടിച്ചവർക്ക് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്, ഞാൻ ഫസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്തു, 800 രൂപ കൊടുത്ത് ജോയിൻ ചെയ്താൽ ഞാൻ ചെയ്യേണ്ടത്, ഇതിപ്പോ നമ്മുടെ ഹൈറിച്ചിൽ ഒരു പ്രൊഡക്റ്റ് ഇദ്ദേഹം വാങ്ങി, 800 രൂപ കൊടുത്ത് വാങ്ങി. ഇനി ഞാൻ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്, നമ്മളൊരു ഷോപ്പ് തുടങ്ങിയാൽ നമ്മൾ അതിലേക്ക് കസ്റ്റമർ കൊണ്ടുവരും അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിലേക്ക് പരമാവധി കസ്റ്റമറെ നമ്മൾ ഉണ്ടാക്കുക, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് സാധനം വാങ്ങിക്കാം. അത് നിങ്ങൾ ഈ പറയുന്ന 800 രൂപ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിലാണ് നമുക്ക് ഈ ഫസ്റ്റ് പർച്ചേസ് ഇൻകം കിട്ടുക. ആ ഫസ്റ്റ് പർച്ചേസ് ഇൻകം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തു, ഞാൻ ഒരു 2 പേരെ ഇങ്ങനെ വരക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു വട്ടം വരച്ച, ഇത് ട്രംപാണ് വരക്കുന്നതെങ്കിൽ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് വരക്കുന്നതിൽ ഇതിനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ പറയും. പക്ഷെ സതീഷ് പോലെ ആൾ വരച്ച ഇതിൽ പെട്ടെന്ന് ആൾക്കാർ പറയാം, ഇത് നമുക്കറിയാം 2 പേരെ ചേർക്കുന്നതല്ലേ, അത് മണി ചെയിൻ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ഈ ഒരു സിസ്റ്റം നിങ്ങൾ നോക്കണം. ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അമേരിക്കൻ ബൈനറി എന്ന് പറയുന്ന സിസ്റ്റം. അതൊരു സിസ്റ്റമാണ്, ഇതൊരു സിസ്റ്റം മാത്രമാണ്. കാരണം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു സിസ്റ്റം മാത്രം. ഇതിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന കമ്പനി പക്ക ഇ കൊമേഴ്സ് കമ്പനിയാണ്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരു അത്യുഗ്രൻ കമ്പനിയായിട്ടാണ് കമ്പനി വളരുന്നത്. അതിൽ കസ്റ്റമറെ ചേർക്കാൻ മാത്രമാണ് ഈ ഒരു സിസ്റ്റം കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന 2 ആള്, ഒരാളെ പേര് സുരേഷ് എന്നും
ഒരാളുടെ പേര് ശ്രീജിത്ത് എന്നുമാണ്. ഓക്കെ, രണ്ടു പേരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വരുമ്പോൾ ഫ്രീ രജിസ്ട്രേഷൻ ആയിട്ട് വരരുത്, നിങ്ങളും 800 രൂപ കൊടുത്ത് നിങ്ങൾക്കും വരുമാനം നേടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടു പേരെയും കൊണ്ടുവരുന്നത്. അവർ രണ്ടു പേരും 800 രൂപ കൊടുത്താണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ 800 രൂപ എന്താണ് നിങ്ങൾക്ക് നേരത്തെ അറിയാം. 750 രൂപയുടെ പ്രൊഡക്റ്റും 50 രൂപ കൊറിയർ ചാർജുമായിരിക്കും. ഓക്കെ, അത് ഏത് പ്രൊഡക്റ്റ് എടുക്കുന്നത്, 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 1050 രൂപ ആവും. ഓക്കെ, അപ്പൊ 750 + 50 അങ്ങനെയാണ് 800 രൂപ വരുന്നത്. ഇത് കമ്പനി പറയുന്നത് നിങ്ങളെ ലെഫ്റ്റ് ഓർഗനൈസേഷനും റൈറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് കമ്പനി ഇത് കണക്കാക്കുന്നത്. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ആണ് കമ്പനി കണക്കാക്കുന്നത്. ഇതിൽ ഞാൻ സതീഷ് കൊണ്ടുവന്ന രണ്ടു പേരെ ഞാൻ ഓരോ സ്ഥലങ്ങളിലായിട്ട് പ്ലേസ് ചെയ്യണം, അതായത് ലെഫ്റ്റും റൈറ്റും പ്ലേസ് ചെയ്യണം. അപ്പോൾ കമ്പനി പറയുകയാണ് 800 രൂപ റൈറ്റ് വരുമ്പോൾ കമ്പനി അവിടെ 200 BV ബിസിനസ് വോളിയം, 200 BV എന്ന് പറഞ്ഞാൽ ഒരു BV എന്ന് പറയുന്നത് ഒരു രൂപയായിട്ടാണ് കമ്പനി കാണുന്നത്. അപ്പോൾ 800 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 200 BV ക്രിയേറ്റ് ആയി സതീഷിന്. അപ്പോൾ റൈറ്റ് സൈഡിൽ ശ്രീജിത്തും 200 BV, റൈറ്റ് സൈഡിലും 200 BV ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ പെയർ മാച്ച് ആയിട്ട്, അതായത് ഫസ്റ്റ് പർച്ചേസിൽ പെയർ മാച്ച് ആകുമ്പോൾ കമ്പനി പറയുന്ന ഇൻകം ആണ് 200 രൂപ, അതായത് 200 BV കമ്മീഷനായിട്ട് നമുക്ക് കിട്ടും. 200 BV എന്ന് പറഞ്ഞാൽ 200 രൂപ. ഇവിടെ 5% TDS കട്ടാവും. 5% TDS കട്ടായി 190 രൂപ നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. ഓക്കെ, വാലറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത്, സതീഷ് വന്നു, രണ്ടു പേരെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ വന്നവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സുരേഷിനോടും ശ്രീത്തോടും പറയാ, നിങ്ങളെ ആൾക്കാരെയും ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. വരുന്നവരോട് നമ്മൾ കൃത്യമായിട്ട് പറയണം, നിങ്ങളുടെ ബന്ധങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണം. കാരണം ആരോടും പറയരുത് ഇതിലേക്ക് കൊണ്ടുവന്ന നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, എല്ലാം ഞാൻ ചെയ്തുതരാം എന്നൊരു വാക്ക് പറയരുത്. കാരണം അങ്ങനെ ഒരാൾക്കും ഇതിൽ വിജയിക്കാൻ പറ്റില്ല. അവരവരുടെ ബന്ധങ്ങൾ പരമാവധി ഇതിൽ കൊണ്ടുവരിക. ബന്ധങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നു ഞാൻ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ രണ്ടാമത്തെ ഇൻകത്തിലേക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത്, സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയോടും രണ്ടു പേരെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ശ്രീ എന്ന് പറയുന്ന രണ്ടു പേരോടും ഞാൻ പറഞ്ഞു, രണ്ടുപേരെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇദ്ദേഹവും 800 രൂപ കൊടുത്ത് ആക്ടിവേഷൻ ആക്കി. ഇദ്ദേഹം 800 രൂപ കൊടുത്ത് ആക്ടിവേഷൻ ആക്കുമ്പോൾ ഇവിടെ സുരേഷ് CPക്ക് 200 BV 200 രൂപ ഇൻകം കിട്ടുകയും, ശ്രീജിത്ത് രണ്ടുപേരെ കൊണ്ടുവന്നുകൊണ്ട് ശ്രീജിത്തിനും 200 BV കിട്ടുകയും, ഇവരെയൊക്കെ കൊണ്ടുവന്നത് സതീഷ് ആയതുകൊണ്ട് സതീഷിന് ഇവിടെ 400 രൂപ കിട്ടുകയും ചെയ്യും. ഇതിൽ നിന്നും TDS കട്ടായും. എത്ര വാലറ്റിലേക്ക് വരുന്നെങ്കിലും 5% TDS കട്ടായിട്ടാണ് നമുക്ക് ഇൻകം കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ കമ്പനി പറയുന്ന ഒരു രീതിയാണ്. ഒരു ദിവസം 25 പേർ മാച്ച് ചെയ്താൽ, അതായത് ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 25 പേരും റൈറ്റ് ഓർഗനൈസേഷനിൽ 25 പേരും മാച്ച് ചെയ്താൽ അന്ന് നമ്മുടെ എമൗണ്ട് 5000 രൂപയായിരിക്കും. ഇതിനെയാണ് കമ്പനി സീലിംഗ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 50 പേരും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തരേണ്ട പൈസ 10,000 രൂപയാണ്. പക്ഷേ കമ്പനി അത് തരില്ല. 5000 രൂപയുടെ സീലിംഗ് എമൗണ്ട്, ബാക്കി കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയിട്ട് കമ്പനിക്ക് പോകും. ഓക്കെ, ഇനി ഈ 25 അല്ല, ഒരു സൈഡിൽ 10 പേരും ഒരു സൈഡിൽ 5 പേരുമാണ് വന്നെന്ന് കരുതുക. അപ്പോൾ എവിടെയാണ് ആൾക്കാർ കുറവുള്ളത് അത് മാച്ച് ചെയ്യും. അതായത് ഇപ്പം റൈറ്റ് സൈഡിലാണ് 5 പേരുള്ളത്, അപ്പൊ ഇതിൽ നിന്ന് 5 എടുക്കും, ഇതിൽ നിന്ന് 5 എടുത്തിട്ട് 1000 രൂപ നമുക്ക് കമ്മീഷനായി കിട്ടും. ഓക്കെ, ബാക്കി ഇതിൽ 5 പേര് ബാക്കിയുണ്ട്, അത് നാളത്തേക്ക് ക്യാരി ഫോർവേഡായി മാറ്റും. നാളെ റൈറ്റ് സൈഡിൽ വീണ്ടും 2 or 3 വന്നാൽ അത് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻകം കിട്ടും. ഇങ്ങനെയാണ് സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ വാങ്ങിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ കമ്പനിയിലുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റ് നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഇതാണ് സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത്, ഇത് സാധാരണ നമ്മൾ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചെടുക്കുമ്പോൾ ഒന്നുകിൽ ഈ ഒരു പ്ലാൻ മാത്രമായിരിക്കും. പക്ഷെ അത് പൂച്ച പെറ്റും പൂച്ച തിന്നു എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ കംപ്ലീറ്റ് നമ്മുടെ ചെലവ്, അതായത് പുറത്ത് വഴിച്ചെലവ് നമ്മൾ വർക്കിന് പോകുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് പർച്ചേസ് ഇൻകത്തിൽ 5000 രൂപ എന്ന് പറയുന്ന ഒരു മാസം 1.5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇത് ഒരു ടീ ആയിട്ടാണ്, ഒരു ചായ പൈസ ആയിട്ടാണ് കമ്പനി ഈ ഒരു 5000 രൂപ കാണുന്നത്. ഇപ്പം ബഷീർ സാറിനൊക്കെ
ഏകദേശം 2.5-2.5-3 ലക്ഷം രൂപയുടെ അടുക്കാണ്, അതായത് റോയൽ ഇൻകവും നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ് പർച്ചേസ് ഇൻകവും കൂടി കിട്ടുന്നത്. അപ്പോൾ കമ്പനി ഈ പറയുന്ന പൈസ എന്ന് പറയുന്നത് നിങ്ങളുടെ ചായ പൈസയുമാണ്, അതായത് നിങ്ങൾ വഴി ചെലവിന് വേണ്ടി മാത്രമുള്ള പൈസയാണ്. ഇനി എന്താണ് കമ്പനിയുടെ അൺലിമിറ്റഡ് ഇൻകം എന്നാണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഫസ്റ്റ് പർച്ചേസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ലീഡറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അവരെ ഓരോ കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. റീപർച്ചേസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, നമുക്ക് രണ്ടാമത് വരുമാനം കിട്ടുന്ന സെക്ഷനിലേക്കാണ്. ഓക്കെ, റീപർച്ചേസ്. ഈ റീപർച്ചേസിൽ എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് നോക്കാം. നമ്മുടെ നേരത്തെ ബൈനറിയിൽ സതീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ID അടിച്ചു അല്ലെ, അദ്ദേഹം 2 പേരെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ ID അടിക്കുമ്പോൾ തന്നെ കമ്പനി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മിറർ ട്രീ ഇവിടെ നമുക്ക് ജനറേറ്റ് ആവുകയും, ഒരു മിറർ ട്രീ ആണ്, അതായത് നമ്മൾ അടിക്കേണ്ട ഓട്ടോമാറ്റിക് ആണ്. അതായത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നവരെ നമുക്ക് കാണാനുള്ള ഒരു സെക്ഷനാണ്. ഇതാണ് റീപർച്ചേസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഈ സെക്ഷനിൽ സതീഷ് എന്ന് പറയുന്ന വ്യക്തി 2 പേരെയാണ് ബൈനറിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അല്ലെ. ഒന്ന് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും ഒന്ന് ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയും. ഇത് 2 പേരും അദ്ദേഹം ഡയറക്റ്റ് കൊണ്ടുവന്നതായതുകൊണ്ട് റീപർച്ചേസ് സെക്ഷനിൽ, അതായത് സൺഫ്ലവർ എന്ന് പറയുന്ന ലെവൽ പ്ലാനിൽ അദ്ദേഹത്തിന് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിനെ ഇവിടെയും ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിനെയും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഞാൻ കുറച്ചും കൂടെ വലിപ്പം കുറച്ചിട്ട് വരക്കാണ്. ഞാൻ എന്താ പറഞ്ഞ സുരേഷും ശ്രീജിത്തും. ഓക്കെ, ലെവൽ പ്ലാൻ വരുമ്പോൾ ശ്രീജിത്ത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലും സുരേഷ് CP അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലായിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറയാൻ പോകും, ഞാൻ നേരത്തെ 2 പേരെ, സതീഷ് 2 പേരെ കൊണ്ടുവന്നത് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിട്ടു. പക്ഷെ സതീഷിന് 2 പേരെ മാത്രമല്ല പരിചയം, ഒരുപാട് പേരുണ്ട്. നമ്മളെ കോൺടാക്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി മൂന്നാമത് ഒരാൾ വന്നാൽ, സതീഷിന്റെ കെയർ ഓഫിൽ മൂന്നാമത് ഒരാൾ വന്നാൽ, ഒന്നുകിൽ നമ്മുടെ ശ്രീജിത്തിന്റെ താഴെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സുരേഷിന്റെ താഴെ ഇട്ട് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലാണ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കൊണ്ടുവന്നത് സതീഷ് ഡയറക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിനെയും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര പേരെ കൊണ്ടുവരുന്നതോ ആ കൊണ്ടുവരുന്ന നമ്മുടെ റെഫറലാണെങ്കിൽ, അതായത് നമ്മുടെ സ്പോൺസർഷിപ്പിലാണെങ്കിൽ അവരൊക്കെ നമ്മുടെ റീപർച്ചേസിൽ നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു 10 പേരെ ഡയറക്റ്റ് കൊണ്ടുവന്നു എന്ന് കരുതാം. ഇതൊക്കെ സതീഷിന്റെ ഫസ്റ്റ് ലെവൽ മെമ്പർമാരാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് റീപർച്ചേസ് അൺലിമിറ്റഡ് ഇൻകത്തിനെ കുറിച്ചാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ 1.5 ലക്ഷം രൂപ നമ്മൾ TA ആയിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്. ഇതിൽ അൺലിമിറ്റഡ് ആണ്, എത്ര വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ വരുമാനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മിനിമം നമ്മുടെ കസ്റ്റമർ ആയിട്ട് വരുന്നത്, അതായത് വീട്ടിലേക്ക് സാധനം മേടിക്കും, ഇവരൊക്കെ ഈ അരിയും സാധനങ്ങളും വാങ്ങിക്കുന്നവരാണ്. ആൾക്കാരെ കൊണ്ടുവരുന്നവരുമാണ്, അതുപോലെ തന്നെ അരിയും സാധനങ്ങളും വാങ്ങിക്കുന്നവരുമാണ്. അപ്പൊ ഇവരൊക്കെ വീട്ടിലേക്ക് 3000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2500 രൂപക്ക് അവർക്ക് സാധനം കിട്ടും. ചിലപ്പോൾ കുറയാം, അതിൽ ചിലപ്പോൾ കുറച്ച് വേരിയേഷൻ വരാം. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ BVയുടെ കണക്കുണ്ട്, ഒരു മാറ്റി വെച്ചിരിക്കുന്ന BV ഉണ്ട്, ബിസിനസ് വോളിയം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു 100 BV ബിസിനസ് വോളിയം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും കമ്പനി. 100 ബിസിനസ് വോളിയം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 10 പേരും അവരുടെ വീട്ടിലേക്ക് മിനിമം 3000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 10 പേരും 100 പോയിന്റ് സാധനം, 100 BV സാധനം മേടിക്കുമ്പോൾ അവിടെ 1000 BVയുടെ ബിസിനസ് നടന്നു. 1000 BVയുടെ ബിസിനസ് വോളിയം അവിടെ ക്രിയേറ്റ് ആയി. ഇനി നോക്കണം, ഈ 10 പേരെ കൊണ്ടുവന്നത് സതീഷാണ്. കമ്പനി അവിടെ മാറ്റിവെച്ചിരിക്കുന്നത് ഇതിന്റെ 50%, ഈ BVയുടെ, അതായത് മാറ്റിവെച്ചിരിക്കുന്ന BVയുടെ 50% സതീഷിന് കിട്ടും. അതായത് സതീഷിന്റെ വരുമാനം 500 രൂപയായി. നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ 10 പേരും അവരുടെ വീട്ടിലേക്ക് 3000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അതിൽ മാറ്റിവെച്ചിരിക്കുന്ന BV ആണ് 100 BV. അപ്പൊ ആ 10 പേരും 100 BV മാറ്റിവെച്ചും 1000 BVയുടെ ബിസിനസ് വോളിയം ക്രിയേറ്റ് ആയി. ഈ ബിസിനസ് വോളിയത്തിന്റെ 50% സതീഷിന് കിട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ 10 പേരും വീട്ടിലേക്ക് സാധനം മേടിച്ചതിന്റെ കൂടെ അവരും വർക്ക് ചെയ്യാൻ വന്നവരാണ്, അവരും കൊണ്ടുവരികയാണ് ആള്. ആ 10 പേരെ വെച്ച് കൊണ്ടുവന്നാൽ സതീഷിന് 100 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് മാറിയപ്പോൾ
ആ 100 പേരും നമ്മൾ നേരത്തെ പറഞ്ഞ 100 പോയിന്റ്, അതായത് മിനിമം 3000 രൂപയുടെ സാധനം വാങ്ങിയാൽ 10,000 രൂപ BV-യുടെ ബിസിനസ് വോളിയം അവിടെ ക്രിയേറ്റ് ആയി. ഇത് സതീഷിനെ സംബന്ധിച്ച് സതീഷിന്റെ സെക്കൻഡ് ലെവൽ ടീമാണ്. ഇതാണ് ഫസ്റ്റ് ലെവൽ. കാരണം ഈ 100 പേരെ കൊണ്ടുവന്നത് ഈ 10 പേരാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് 50% കൊടുക്കണം. സതീഷിന് ഇവിടെ 15% ഇതിന്റെ കമ്മീഷൻ കിട്ടുക. അതായത് സതീഷിന് അവിടെ 1500 രൂപ സതീഷിന് കിട്ടി. ഇനി ഇതേ പ്രക്രിയ തന്നെയാണ് ഈ 100 പേരും ചെയ്യുന്നത്. 100 പേരും 10 പേരെ വെച്ച് കൊണ്ടുവന്നു, 1000 പേരായി. 1000 പേര് 100 പോയിന്റ് സാധനം വാങ്ങിയാൽ 1 ലക്ഷം ബിസിനസ് വോളിയം അവിടെ ക്രിയേറ്റ് ആയി. ഇത് സതീഷിന്റെ 3ാമത്തെ ലെവൽ ടീമാണ്. ഈ 3ാമത്തെ ലെവൽ ടീമിന്റെ 10% ആണ് സതീഷിന് കമ്മീഷൻ കിട്ടുക. സതീഷിന് അവിടെ കിട്ടുന്ന കമ്മീഷൻ 10,000 രൂപയായി മാറി. ഓക്കെ, നോക്കണം. ഇന്ന് ഏകദേശം എൻ്റെ ടീമിൽ ഞാൻ ആകെ കൊണ്ടുവന്നിരിക്കുന്നത് 20 പേരിൽ. ആ 20 പേരിൽ ഏകദേശം 45,000, നേരെ സാറ് പറഞ്ഞു 45,000-ഓളം പേര് ഇന്ന് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 3 ലെവൽ മാത്രമാണ്. കമ്പനി ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 18 ലെവൽ വരെയാണ് ഇതിൽ ഇൻകം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ആദ്യം 50%, പിന്നെ 15, 10, 5, 5, 5, 2.5 അങ്ങനെ വന്ന് ലാസ്റ്റ് 18ാമത്തെ ലെവലിൽ 0.75 ആണ്. പക്ഷെ ആ 0.75 എന്ന് പറയുന്നത് നമ്മളെ കൂടെ ആ സമയത്ത് 18ാമത്തെ ലെവലാകുമ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അതാണ് ഈ ഒരു പ്ലാന്റെ വിജയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 18 ലെവലൊന്നും എടുക്കണ്ട. നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. കാരണം കണക്ക് എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ വീട്ടിൽ പോയി ജസ്റ്റ് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 5 പേരെ കൊണ്ടുവന്ന് ആ 5 പേര് 5 പേരെ വെച്ച് കൊണ്ടുവന്ന് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 7, 8ാമത്തെ ലെവലാകുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ 10-നും 15 ലക്ഷത്തിനും ഇടയിൽ നിങ്ങൾക്ക് വരുമാനം നേടാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ ലീഡർമാരൊന്നുമില്ല. കാരണം ഇന്ന് ഇത് ജോയിൻ ചെയ്തിട്ട് നിങ്ങളാണ് കൂടുതൽ ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും വരുമാനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇതിൽ ലീഡർമാർ എന്ന് പറഞ്ഞില്ല. ഇന്ന് വന്ന് 5,000 രൂപ വാങ്ങുന്നവരും നമ്മൾ ഒരേപോലെയാണ്, ഒരേ സമക്കാരാണ്. അപ്പൊ ഇതിൽ ഇന്ന് വന്നാൽ പോലും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. ഇനി നാളെ ആയാലും വിജയിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം 4 ലക്ഷം കസ്റ്റമറാണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഈ 1.5 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത്. 4 ലക്ഷമേ ആയുള്ളൂ. കേരളത്തിൽ മാത്രം 3 കോടി ജനങ്ങളുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളതാണ്. ഇത് പരമാവധി നമ്മൾ എത്ര റെഫറൽ കൊണ്ടുവരുന്നു അത്രയും ഇൻകം, അൺലിമിറ്റഡ് ഇൻകം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റീപർച്ചേസ് ഇൻകത്തിലൂടെ പറ്റും. ഇതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു സിസ്റ്റം പറയാനുള്ളത് 3ാമത്തെ നമ്മുടെ ഒരു ഇൻകം, സ്റ്റോർ ഇൻകം എന്നാണ് അതിന് കമ്പനി പറയുന്നത്. സ്റ്റോർ ഇൻകം. സ്റ്റോർ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറിച്ചിൽ, അതായത് ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്നും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതേപോലെയുള്ള സാധനങ്ങൾ എന്തും നല്ലത്. കാരണം ഇതിൽ ഓരോ ഐഡിയ എടുക്കുന്ന 800 രൂപ കൊടുക്കുന്ന ഓരോരുത്തരുടെയും കമ്പനിയാണ്, ഓരോരാളുടെയും കമ്പനിയാണ്. അപ്പോൾ നല്ല നല്ല ഏത് പ്രൊഡക്റ്റുകളും കമ്പനിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. കമ്പനിയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യിപ്പിക്കുന്നവർക്കും കൂടി ഇതിലൊരു വരുമാനം കമ്പനി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ വാലറ്റും തുറന്നു നോക്കിയാൽ അതിൽ ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് ഇൻകം, അതായത് റീപർച്ചേസ് ആയാലും ഫസ്റ്റ് പർച്ചേസ് ആയാലും റോയൽറ്റി ആയാലും നമുക്ക് അങ്ങനെ ഒരുപാട് ഇൻകമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സുഖം ഒരു വേറെ തന്നെയാണ്. അപ്പോൾ സ്റ്റോർ ഇൻകത്തിൽ നമുക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് നോക്കാം. സ്റ്റോർ ഇൻകത്തിൽ നമുക്ക് സാധാരണ അറിയുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന്റെ ഒരു സിസ്റ്റം. ഇതിൽ ഞാൻ പറയാൻ പോണ് ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന ഈ പേനയാണെന്ന് കരുതുക. ഈ പേന മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരാൾ അവരെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 50 റുപ്യ പ്ലസ് അതിന് ലാഭം 50 റുപ്യ ഇട്ടിട്ട് 100 രൂപക്കാണ് ഈ പേന ഒരു ഹോൾസെയിലേഴ്സിന് അവർ കൊടുക്കുന്നത്. സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ഞാൻ പറയുന്നത്. ഈ ഹോൾസെയിലേഴ്സിന് കൊടുക്കുമ്പോൾ അവർ അതിൽ ചിലപ്പം 100, 200, 300 ഒക്കെ പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ അവസ്ഥ, നാട്ടിൽ നടക്കുന്ന കച്ചവടത്തിന്റെ 100 രൂപയുടെ സാധനം ചിലപ്പം 1000 രൂപക്കൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവർ 100% കിട്ടാൽ 200 രൂപക്ക് അവർ കസ്റ്റമറിന് കൊടുക്കും.
ഇവിടെ ഇവർ ലാഭം 100 രൂപ കൂട്ടിയിട്ട് അത് 100 രൂപ കൂട്ടിയിട്ട് 200 രൂപക്കാണ് കസ്റ്റമറിന് കിട്ടുന്നത്. ഓക്കെ, അതേ സാധനം ഇതേ പേന ഞാൻ ഹൈറിച്ചിനെ പരിചയപ്പെടുത്തിയാണ്. ഹൈറിച്ചിനെ പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ, വേറെ ഇതിൽ വേറെ ഒരു ബെനിഫിറ്റും ഇല്ല. അപ്പൊ 100 രൂപക്ക് തന്നെയാണ് ഈ പേന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കിട്ടുന്നത്. കമ്പനിക്ക് അധികം ഒന്നും ലാഭം വേണ്ട, ഒരു 100 രൂപേന്റെ കൂടെ ഒരു 30 രൂപ ആഡ് ചെയ്യും. കാരണം ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കാരണം മറ്റുള്ളതിൽ നിന്ന് വില എപ്പോഴും നമുക്ക് കുറവായിരിക്കണം. അപ്പോൾ കമ്പനി 100 രൂപ 30 രൂപ വലിയ ലാഭം തന്നെയാണ് കമ്പനിക്ക്. ഇവിടെ 130 രൂപക്കാണ് കമ്പനി സൈറ്റിൽ ഇത് ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, 200 രൂപക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സാധനം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 130 രൂപക്ക് കിട്ടി. സാധാരണ അവിടെ കസ്റ്റമർ കംപ്ലീറ്റ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് മാറി. ഓക്കെ, അവിടെ കസ്റ്റമേഴ്സിന് വില കുറച്ച് കിട്ടി. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നവർക്ക് ഒരുപാട് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പറ്റി. അവിടെ കമ്പനിക്കും കുഴപ്പമില്ല, കമ്പനിക്കും അതിൽ നല്ല ലാഭം കിട്ടി. അതിനിടയിൽ നിന്ന് സതീഷിന് ഒരു ഗുണമുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രം മതി, അതിന് നിങ്ങൾക്ക് വരുമാനം കിട്ടും. ആ വരുമാനം നോക്കാം. ഇതിൽ കമ്പനി ഇട്ടിരിക്കുന്ന 30 രൂപ ലാഭം, ആ 30 രൂപയിൽ നിന്നും 20% കമ്പനി മാറ്റിവെക്കും. 30 രൂപയിൽ നിന്ന് 20%, അതായത് 6 രൂപ കമ്പനി മാറ്റിവെക്കുകയാണ്. ബാക്കി 24 രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് 6 രൂപ കമ്പനി മാറ്റിവെച്ചു. ഈ 6 രൂപയിൽ നമ്മൾ റീപർച്ചേസ് പറഞ്ഞത് ആരാണോ പരിചയപ്പെടുത്തുന്നത് അവര് വാങ്ങിക്കുമ്പോൾ അതിന്റെ 50% ആർക്ക് കിട്ടും? ആ സ്പോൺസർക്ക് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയ സതീഷിന് ഈ 6 രൂപേന്റെ 50%, അതായത് 3 രൂപ ഇത് സതീഷിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലാഭം ഇട്ടിരിക്കുന്നതിന്റെ 20%ന്റെ 50%. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റ സതീഷിന് 3 രൂപ കിട്ടും. 1,00,000 പ്രൊഡക്റ്റ് ആണ് വെക്കുന്നതെങ്കിൽ സതീഷിന് 3 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കിട്ടും. അപ്പോൾ ഹൈറിച്ചിന്റെ ബ്യൂട്ടി നോക്കണം. ഹൈറിച്ചിന് സാധനങ്ങൾ വാങ്ങിയാലും ഹൈറിച്ചിലേക്ക് സാധനങ്ങൾ കൊടുത്താലും നമുക്ക് ഇൻകം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന സ്റ്റോർ ഇൻകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ഇൻകം എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ പണിയെടുക്കാത്തവർക്കും കൂലി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ചെയ്യുന്ന രീതിയാണത്. അതായത് ഏതൊരു കമ്പനി ആവട്ടെ, അവരുടെ പ്രൊഡക്റ്റ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മീഡിയ വഴി തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അവരുടെ പ്രൊഡക്റ്റുകൾ മീഡിയ വഴി, അതായത് ഫേസ്ബുക്ക് വഴിയായാലും ഇൻസ്റ്റാഗ്രാം വഴിയായാലും നമ്മുടെ വാട്സപ്പ് വഴിയാണെങ്കിലും അവരവരുടെ പരസ്യങ്ങൾ കാണിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന രീതി. ഇവിടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി വരുന്ന നമ്മുടെ നേരത്തെ ഫേസ്ബുക്കിൽ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ആമസോണിന്റെ പരസ്യം കാണുന്നു. ആമസോണിന്റെ പരസ്യം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, അത് നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും നിരന്തരം ഈ ആമസോണിന്റെ പ്രൊഡക്റ്റ് നമുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് കിടക്കുന്നത്. ഇത് നിങ്ങൾ നോക്കണം, വാട്സപ്പ് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അതിൽ കാണുക വീട്ടു സാധനങ്ങൾ വിലക്കുറവിൽ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ, നല്ല അടിപൊളി ക്യാപ്ഷനോടെ വരും. അപ്പോൾ സാധാരണ ഇത് ഹൈറിച്ചിനെ കുറിച്ച് അറിയാത്ത ഒരാൾ അവരെ വാട്സപ്പ് ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഈ പരസ്യം കാണുമ്പോൾ അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവ് കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നോക്കിയാലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് അതിൽ അവരുടെ പേരും അഡ്രസ്സും നമ്മൾ സാധാരണ ഒരു കസ്റ്റമർ ചേർക്കുന്നത് പോലെ അതിൽ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, പിൻകോഡൊക്കെ അടിക്കാൻ വേണ്ടി പറയുകയും അത് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ID ക്രിയേറ്റ് ആവുകയും അതായിരിക്കും. അത് ശരിക്കും നമുക്ക് കിട്ടേണ്ടത് കമ്പനിക്ക് തന്നെയാണ് ആ പ്രോഫിറ്റ് കിട്ടേണ്ടത്. പക്ഷെ കമ്പനി ആ പ്രോഫിറ്റ് എടുക്കുന്നില്ല. കമ്പനി ചെയ്യുന്നത് ആ പ്രോഫിറ്റ് ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവേഷൻ ചെയ്ത് വരുന്നവർക്ക് ആ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവേഷൻ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പർച്ചേസിൽ 800 രൂപയാണെങ്കിൽ ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് 15,000 രൂപയാണ്. ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം അടക്കേണ്ട തുക. അതിന് 15,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് 15,000 രൂപ കൊടുക്കാനില്ലെങ്കിൽ ഒരു 10,000 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്യാം. ഇത് ഈ 15,000ന്റെ അഡ്വാൻസ് തുകയാണ്. ബാക്കി എപ്പോഴാണോ നിങ്ങൾ 5,000 കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് 15,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വരും. ഇങ്ങനെ
ഈ 15,000 അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്തിട്ട് വന്ന ഒരുപാട് പേര് ഇന്ന് കമ്പനിയിലുണ്ട്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എടുക്കാം? 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മീഡിയ വഴി വരുന്ന കസ്റ്റമേഴ്സിനെ, അതായത് ഒരാൾ മീഡിയ തുറക്കുമ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര്, അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സും ഒക്കെ അടിച്ചു, ഇയാൾക്ക് ഒരു ID ക്രിയേറ്റ് ആയി. ഈ ID ക്രിയേറ്റ് ആകുമ്പോൾ ഇത് പോവുക ആരാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് ചെയ്തത്, അതായത് 10,000 രൂപ അടച്ച ആരാണോ ഈ കസ്റ്റമേഴ്സിന്, അതായത് ഹൈറിച്ചിനെ കുറിച്ച് ഒന്നും അറിയാതെ വാട്സപ്പ് മീഡിയ വഴി വരുന്ന കസ്റ്റമറെ ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്ത മെമ്പർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് ഈ പ്രവൃത്തി എന്ത് ചെയ്യും? റീസൈക്കിളിൽ നടന്നുകൊണ്ടിരിക്കും. അടുത്ത വരുന്ന വ്യക്തിനെ രണ്ടാമത് ഡിജിറ്റൽ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ ഓരോ വ്യക്തിനും ഓരോ ആൾക്കാർക്ക് കൊടുക്കുകയും 10 പേര് കഴിഞ്ഞാൽ വീണ്ടും ആദ്യ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഏകദേശം 1,00,000 കസ്റ്റമർ വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ 10,000 വെച്ചിട്ട് ഓരോ ആൾക്കാർക്കും കമ്പനി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ 10,000 പേര് വരുന്നതിൽ ചെറിയൊരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് സതീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്, ഇത് ഫിജി സാറാണ്, ഇത് ബഷീർ സാറാണെന്ന് വിചാരിക്കാം ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്തത്. ഈ 10,000 കിട്ടിയ ആൾക്കാരും അധികം പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. സ്വാഭാവികമായിട്ട് സതീഷിന് ഇവിടെ വരുമാനം, ഈ പറയുന്ന ഡിജിറ്റൽ വഴി വരുന്ന വരുമാനം കുറയും. ഫിജി സാറിന്റെ ആൾക്കാർ നല്ല പർച്ചേസിങ് കപ്പാസിറ്റിയിലാണ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സും ഒക്കെയാണ്. അവർ 20,000 30,000 ഒക്കെ മാസം പർച്ചേസ് ചെയ്യുന്ന വരുന്ന ആരും വിചാരിക്കാം. ബഷീർ സാറിന് അത് കണക്കിന് ആൾക്കാർ വാങ്ങുന്നത് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ വരുന്ന ഇൻകം കുറവായിട്ട് വരും. ഇവിടെ കമ്പനി, അതായത് 10,000 രൂപ അടക്കുന്നത് എല്ലാവരും തുല്യമായിട്ട് അടക്കുന്നത്, എല്ലാവർക്കും ഒരേപോലെ ഇൻകം കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം കമ്പനി വരുന്ന, അതായത് മീഡിയ വഴി വരുന്ന എല്ലാ ഇൻകവും ഒരു പൂളിലേക്ക് മാറ്റിയിട്ട്, ഇപ്പോൾ 1,00,000 ബിസിനസ് വോളിയം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 50% ഈ പറയുന്ന ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്ത മെമ്പർക്ക് ഈക്വൽ ആയിട്ട് തിരിച്ചു കൊടുക്കും. അതായത് 1,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് 1,000 തിരിച്ചു കൊടുക്കും. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇത് ഞാൻ പറഞ്ഞു മടിയന്മാർക്കും ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞാൽ 1 രൂപ കൊടുത്ത് അവിടെ ഇരുന്നാലും അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇതിലിനി ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗോൾഡ് റാങ്ക് മുതൽ അങ്ങോട്ട് റോയൽറ്റി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കമ്പനി. ആ റോയൽറ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈ ഒരു വരുമാനം അല്ലാതെ നമ്മുടെ ബൈനറി പോലെ, അതായത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമ്മളൊരു 3 പേരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇവരെല്ലാവരും 15,000 അല്ലെങ്കിൽ 10,000 രൂപ എടുത്ത് കമ്പനിയിലേക്ക് വന്നവരാണെന്ന് വിചാരിക്കുക. സതീഷ് ഇവിടെ 3 പേരെ ഡയറക്റ്റ് റെഫറലായിട്ട് 3 പേരെ കൊണ്ടുവന്നു. ഇവരൊക്കെ 10,000 അല്ലെങ്കിൽ 15,000 കൊടുത്ത് വന്നവരാണ്. ഇവിടെ കമ്പനി പറയുന്നത് ഇതിന് കമ്പനി ഒരു റാങ്ക് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് 3 പേര് വന്നാൽ ഇതിന് ബ്രോൺസ് എന്ന് പറയുന്ന ഒരു റാങ്കാണ് കൊടുക്കുക. അതിന് കുമരകത്ത് ഒരു ട്രിപ്പാണ് കമ്പനി, ഒരു ബോട്ട് ട്രിപ്പാണ് കൊടുക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം കൊറോണ ടൈം ആയതുകൊണ്ട് എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, കുമരകം ട്രിപ്പാണ്. അത് മാത്രമല്ല, ഈ 3 പേരെടുത്തുനിന്നും 10,000 രൂപ അടക്കുമ്പോൾ ഓരോരോ ആളെടുത്തും 1,500 രൂപ വെച്ചിട്ട് 1,500 വെച്ചിട്ട് 4,500 രൂപ ഇദ്ദേഹത്തിന് സ്പോട്ട് കമ്മീഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ബ്രൗൺസ് റാങ്ക് ആവുകയും ചെയ്യും, 4,500 രൂപ കമ്മീഷൻ കിട്ടുകയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൊണ്ടുവന്ന 3 പേരെയും നമ്മളായതുപോലെ ബ്രൗൺസ് റാങ്കിൽ എത്തിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം. ഇവരോടും 3 പേരെ വെച്ച് കൊണ്ടുവരാൻ വേണ്ടി പറയാം. ഇവര് 3 പേരും 3 വെച്ച് കൊണ്ടുവരുമ്പോൾ 9 പേര് താഴെ വന്നു. ഇവര് 3 ആളും ബ്രൗൺസ് റാങ്കിലെത്തി. ഇവര് ബ്രൗൺസ് റാങ്കിലെത്തുമ്പോൾ നമ്മുടെ റാങ്ക് മാറി, നമ്മുടെ സിൽവർ എന്ന് പറയുന്ന റാങ്കിലെത്തി. ഇതിന് നെല്ലിയാമ്പതിയിലെ ഒരു ട്രിപ്പാണ് കമ്പനി കൊടുക്കുന്നത്. ഇവര് 3 പേരെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് 4,500 രൂപ കമ്മീഷൻ കിട്ടി, ഇവർക്കും 4,500 കമ്മീഷൻ കിട്ടി, ഇവർക്കും 4,500 കമ്മീഷൻ കിട്ടി. ഈ കമ്മീഷൻ ഇവർക്ക് കിട്ടുമ്പോൾ ഇവിടെ നമുക്കും കിട്ടും പൈസ. ഇവരെ അടുത്തുനിന്ന് ഓരോരുത്തരും എടുക്കും 450 രൂപ വെച്ചിട്ട് ഈ 9 പേരെടുത്തും സിൽവർ റാങ്കിലെ നമുക്കും കിട്ടും. ഇത് സിൽവർ റാങ്കായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ എല്ലാവരെയും ബ്രൗൺസ് റാങ്കിൽ എത്തിക്കുക. താഴെ വന്ന 9 പേരെയും ബ്രൗൺസ് റാങ്കിൽ എത്തിക്കുക. ഇവര് എല്ലാവരും ബ്രൗൺസ്
ഇപ്പൊ ഈ താഴെ വന്നിരിക്കുന്ന 9 പേരും ബ്രോൺസ് റാങ്കിലെത്തി, തൊട്ട് മുകളിലിരിക്കുന്ന 3 പേരും സിൽവർ റാങ്കിലെത്തി. അപ്പോൾ നമ്മുടെ അവിടെ ഗോൾഡ് റാങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ റോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന റാങ്കിലെത്തി. ഇനി അങ്ങോട്ട് താഴോട്ട് റാങ്ക് ഉള്ളത് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം കഴിഞ്ഞ സഫയർ. ഇപ്പം സഫയറിൽ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബഷീർ സാറാണ്. പ്ലാറ്റിനത്തിൽ ഏകദേശം ഒരു 5, 10, 15 പേരുണ്ട്. അപ്പോൾ ഇതിന് അതായത് കമ്പനി കൊടുക്കുന്ന റോയൽറ്റി എന്ന് പറയുന്നത്, സാധാരണ കമ്പനി ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഡിജിറ്റൽ ആര് ചെയ്താലും അതിൽ നിന്ന് ഒരു 400 രൂപ മാറ്റി വെച്ചിട്ട് നാഷണൽ പ്രൊമോട്ട് ആയിരിക്കുന്നവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കമ്പനി ഡിക്ലെയർ ചെയ്തത് ഗോൾഡ് റാങ്ക് അങ്ങോട്ട് നമുക്ക് റോയൽറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കമ്പനി ചെയ്തിരിക്കുന്നത് ഒരു 400 രൂപയും കൂടെ മാറ്റി വെച്ചു. അതായത് നാഷണൽ പ്രൊമോട്ടേഴ്സിന് കൊടുക്കുന്നത് കൂടാതെ ഒരു 400 രൂപ മാറ്റി വെച്ചിട്ട് അതിൽ ഗോൾഡ് റാങ്കിൽ എത്തിയവർക്ക് അതിൽ 100 രൂപ കൊടുക്കും. അതായത് എത്ര ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ടോ ഇന്ത്യയിൽ, അതിൽ 100 രൂപ മാറ്റി വെച്ചിട്ട് അവർക്ക് മാസം, അതായത് എല്ലാ മാസവും 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി അവരെ വാലറ്റിലേക്ക് എമൗണ്ട് വരും. അതേപോലെ തന്നെ അടുത്ത റാങ്കായ പ്ലാറ്റിനം റാങ്കിൽ എത്തിയവർക്ക് ഒരു 100 രൂപ മാറ്റി വെക്കും. അതിന് തൊട്ട് മുകളിൽ സഫയർ ആയവർക്ക് 100 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് റൂബി. അപ്പൊ നിങ്ങൾ നോക്കണം, സഫയറിൽ വരുമ്പോൾ ഇപ്പൊ 1 ലക്ഷം രൂപ ഇൻകം റോയൽറ്റി വന്നിട്ടുണ്ടെങ്കിൽ സഫയറിൽ ഇന്ന് ബഷീർ സാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബഷീർ സാറിന്റെ ഒരു മാസത്തെ വരുമാനം ഈ റോയൽറ്റി മാത്രം 1 ലക്ഷം രൂപയാവും. ഇപ്പൊ റൂബിയിലാണെങ്കിലോ ഇതേ കണക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് നമ്മുടെ പ്ലാൻ കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് ഓടിച്ച് പറയാനുണ്ട്. പെട്ടെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞ ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്ലാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് കൂടെ വന്നവരെ പഠിപ്പിക്കുക, അവരെയും പഠിപ്പിച്ചാൽ നമുക്ക് ഇതിൽ 100 പോരാ 110% വിജയിക്കാൻ വേണ്ടി കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്ലാൻ നിങ്ങൾ കൃത്യമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരോടും, അതായത് നിങ്ങളെ ലീഡേഴ്സിനോടൊക്കെ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളെ പ്രവർത്തനം ആരംഭിക്കുക. കൊറോണ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഞങ്ങൾ ഇന്നും മാറി നിന്നിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ കൊറോണ ടൈമിൽ വരുമാനം നേടി എടുത്തവരാണ് ഞങ്ങൾ. കാരണം കൊറോണ വന്നിട്ട് മാറിയെന്നാൽ നമ്മളെ വീട്ടിൽ പട്ടിണി ആവുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ അതിശക്തമായിട്ട് മുന്നേറുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much Sadish sir for a beautiful plan presentation. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.